നമസ്കാരം. ന്യൂസിലൻഡ് 38 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു സീരീസ് നേടിയിരിക്കുകയാണ്. 7 സീരീസ് പരാജയങ്ങൾക്ക് ശേഷമാണ് 8ാമതൊരു സീരീസ് ഇന്ത്യയിൽ ന്യൂസിലൻഡ് നേടിയത്. എക്സലൻറ്റ് ക്രിക്കറ്റ് ആയിരുന്നു ന്യൂസിലൻഡിൻ്റെ ഭാഗത്തുനിന്ന്. രണ്ടാം ഏകദിനത്തിലായാലും ശരി, ഇന്നത്തെ ഏകദിനത്തിലായാലും ശരി, ഒരു രക്ഷയില്ലാതെ ഇന്ത്യയെ ഔട്ട് പ്ലേ ചെയ്തു എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡ് ഡാരിൽ മിച്ചലിൻ്റെയും അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്പിൻ്റെയും പാർട്ട്ണർഷിപ്പാണ് അവരുടെ അടിത്തറ അവർക്ക് വേണ്ടി ഇന്നത്തെ മാച്ചിൽ ജയിക്കാനായിട്ട് പാകിയത്. ന്യൂസിലൻഡിനും വിജയത്തിനും ഇടയിൽ കയറിയുന്നത് ഇന്ത്യയുടെ വിരാട് കോഹ്ലി ആയിരുന്നു. ഒരു അൺബിലീവബിൾ ഇന്നിങ്സ്. ഒരു സൈഡിൽ നിന്ന് വിക്കറ്റുകൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴും ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്ത് എത്തിക്കുമെന്ന് നമ്മളെ തോന്നിപ്പിച്ച രീതിയിൽ ഒരു എക്സലൻറ്റ് ഇന്നിങ്സ് ആയിരുന്നു വിരാട് കോഹ്ലിയുടെ ഭാഗത്തു നിന്നും. ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൻഡ് വരെ ഒന്ന് പേടിച്ചിട്ടുണ്ടാവും ഒരു അവസാന ഘട്ടത്തിലൊക്കെ. അതായത് ഈ ഹർഷിത് റാണയും വിരാട് കോഹ്ലിയുടെ കളിച്ചപ്പോൾ ഏകദേശം എല്ലാവരും വിചാരിച്ചു ഇത് ചേസ് ചെയ്ത് ഇന്ത്യ ജയിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് സാധിച്ചില്ല. പക്ഷേ ഒരു എക്സലൻറ്റ്, അതായത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റുന്ന വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് ആയിരുന്നു. ഒരു ഫ്ലോ ഒന്നും ഇല്ലായിരുന്നു. അതായത് ഒരു ചാൻസസ് ഒന്നും വിരാട് കോഹ്ലി കൊടുത്തില്ല. ഒരു 100% എക്സലൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഒരു ഫോൾ ഷോട്ട് കളിച്ചത് ആ ഒരു വിക്കറ്റ് പോയ ആ ഒരു ഷോട്ട് അല്ലാതെ വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായില്ല, ഒരു തെറ്റും ഉണ്ടായില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു. ഒരു 6 ഒക്കെ അടിച്ചു, ഒരു പുൾ ഷോട്ട്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലായിരുന്നു. അതിൻ്റെ ആ ഒരു സൗണ്ട്, ബാറ്റ് കൊള്ളുന്ന ബോൾ കൊള്ളുന്ന ഒരു സൗണ്ടൊക്കെ അത് വന്ന ഉടനെയാണ്. അതിനുശേഷം ഒരു കവർ ഡ്രൈവ്, അതുപോലെ തന്നെ ഗ്യാപ്പുകളിലൂടെ റൺസ് കണ്ടെത്തുന്ന രീതി, സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതി, നിതീഷ് കുമാർ റെഡ്ഡിയും അതുപോലെ തന്നെ ഹർഷിത് റാണയും യൂസ് ചെയ്തുകൊണ്ട് അവരെ ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ വെച്ചുകൊണ്ട് ബിൽഡ് ചെയ്ത ആ രണ്ട് പാർട്ട്ണർഷിപ്സ് എല്ലാം എക്സലൻ്റ് ആയിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ന്യൂസിലൻഡ് കളി ജയിച്ചു, അവർ സീരീസും ജയിച്ചു. വെൽ ഡിസേർവ്ഡ് ആയിരുന്നു. കാരണം അവർ ഒരു മെച്ചപ്പെട്ട ക്രിക്കറ്റ് കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് വിരാട് കോഹ്ലി 128 റൺസിൽ അടിച്ചു. അതുപോലെ തന്നെ 57 ബോളിൽ 53 റൺസ്. നിതീഷ് കുമാർ റെഡ്ഡി 43 ബോളിൽ 52 റൺസ്. ഹർഷിത് റാണ എന്നൊരു മികച്ച പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഹർഷിത് റാണ എനിക്കൊന്ന് ആ ഒരു പേസിൽ അടിച്ചു പൊക്കോണ്ടിരുന്നപ്പോൾ വിരാട് കോഹ്ലിയെക്കൊണ്ട് ഒരുപടി മുന്നിൽ കയറി അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ലാസ്റ്റ് സിക്സ് അടിച്ചപ്പോഴും എനിക്കൊന്ന് ഇച്ചിരി ആവേശം കൂടി പോകുന്നു. കാരണം 8 ഓവർ പിന്നെയും കിടക്കുകയാണ്. അപ്പോഴേ അത്ര അഗ്രസീവ് ആവേണ്ട ആവശ്യമില്ല. ആ ഒരു പേസ് ഉണ്ടല്ലോ, ചേസ് ചെയ്യുന്ന ഒരു പേസ് വിരാട് കോഹ്ലി നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹർഷിത് റാണ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടാണ്. പക്ഷേ ഇന്നിങ്സ് ഒരു രക്ഷയില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ ആയിട്ട് ഇന്ത്യക്ക് ഒരു നമ്പർ 8 നമ്പാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണെന്ന് ഇന്ന് ഹർഷിത് റാണ തെളിയിച്ചെങ്കിൽ പോലും ഒരു ഇൻഎക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് ഇച്ചിരി ഏർലി ആയിട്ട് കുറച്ച് ആവേശം കൂടിപ്പോയതുപോലെയാണ് അടിച്ച് ഔട്ടായത്. ആ വിക്കറ്റ് അവിടെ നഷ്ടപ്പെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ കളിയിൽ എന്തായാലും ചേസ് ചെയ്യാനായിട്ട് പറ്റിയേനെ. ഇനി മറ്റ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഡാരിൽ മിച്ചലിൻ്റെ അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്പിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ്. 58-3 എന്ന് പറഞ്ഞൊരു സ്ഥാനത്ത് നിന്ന് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിയാണ്. അത് അവസാനിക്കുന്നത് 219 റൺസ് അടിച്ചുകൊണ്ട് 274-4 എന്നുള്ള ഒരു സമയത്താണ്. അതായത് 219 റൺസാണ് ആ പാർട്ട്ണർഷിപ്പിൽ അവർ രണ്ടുപേരും കൂടെ അടിച്ചു കൂട്ടിയത്. അവിടെ ഒരു വിക്കറ്റ് വീഴുന്നുണ്ടെങ്കിൽ ഇവർ തകർന്നു. ഒരു ഘട്ടത്തിൽ ഒരു 350 മേളിലേക്ക് വരെ അടിച്ചെത്തിക്കും എന്ന് വിചാരിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അവിടുന്ന് ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചു വന്നു. ലാസ്റ്റിൽ ന്യൂസിലൻഡ് കുറച്ചും കൂടെ ഒന്ന് പുഷ് ചെയ്യാനായിട്ട് ന്യൂസിലൻഡ് സാധിച്ചപ്പോഴാണ് ന്യൂസിലൻഡ് ഈ 338 എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് ഇന്ത്യക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും ഗ്ലെൻ ഫിലിപ്പ് 106 റൺസ് അടിച്ചു 88 ബോളിൽ. അതുപോലെ ഡാരൻ മിച്ചൽ 137-131 അടുപ്പിച്ച് 2 സെഞ്ചുറി, 15 4 3 6. മിക്കവാറും നമ്പർ 1 ഓഡിയ ബാറ്റ്സ്മാനായിട്ട് ഡാരൻ മിച്ചൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്. വിരാട് കോഹ്ലിയും സെഞ്ചുറി അടിച്ച സ്ഥിതിക്ക് നല്ല കട്ട കോമ്പിനേഷൻ ആയിരിക്കും നമ്പർ 1 പൊസിഷനിൽ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് പോകണം ഇന്ത്യൻ സ്പിന്നേഴ്സ്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യക്ക് പാളിച്ച പറ്റിയ ഒരു ഏരിയ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇന്ത്യൻ ക്യാപ്റ്റൻ ഇന്ത്യൻ സ്പിന്നേഴ്സിനെ യൂസ് ചെയ്ത ഒരു രീതിയാണ്. ഇന്ത്യൻ സ്പിന്നേഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല. കുൽദീപ് യാദവ് ശരിക്കും പറഞ്ഞാൽ 3 ഓവർ എറിയിച്ചിട്ട് പുൾ ബാക്ക് ചെയ്തു. അതിനുശേഷം 38ാമത്തെ ഓവറാണ് കുൽദീപ് യാദവിന് പിന്നെ എറിയിക്കുന്നത്. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഒരു 30 ഓവർ ആയപ്പോഴാണ് രണ്ടാമത്തെ സ്പെല്ല് എറിയിക്കാൻ വരുന്നത്. രണ്ടുപേരും 3 ഓവർ വെച്ചോ 4 ഓവർ വെച്ചോ ആ ഒരു മാത്രമേ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ എറിയിച്ചുള്ളൂ. അവിടെ എനിക്കൊന്ന് കുൽദീപ് യാദവിന് ആദ്യത്തെ 2 മാച്ചുകളിൽ അടി കിട്ടിയതുകൊണ്ട് ക്യാപ്റ്റന് കുൽദീപ് യാദവിനെ യൂസ് ചെയ്യാനുള്ള അതാണ് ചില ക്യാപ്റ്റന്മാരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ഈ ശുഭ്മാൻ ഗിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് ഈ ഒരു പ്രിവ്യൂവിലും പറഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ മാച്ചിൻ്റെ റിവ്യൂവിലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുൽദീപ് യാദവിനെ പോലെ ഒരു വേൾഡ് ക്ലാസ് സ്പിന്നർ 1-2 കളിയിൽ അടി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് പുള്ളിയെ യൂസ് ചെയ്യാതിരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അതും എന്നിട്ട് 39ാമത്തെ ഓവറിലാണ് പിന്നീട് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 ഓവർ ഇവർ രണ്ടുപേരും എറിഞ്ഞുള്ളൂ. കുൽദീപ് യാദവ് 6 ഓവർ എറിഞ്ഞുള്ളൂ, രവീന്ദ്ര ജഡേജ 6 ഓവർ എറിഞ്ഞുള്ളൂ. അതൊരു ബിഗ് മിസ്റ്റേക്ക് ആയിരുന്നു. കുൽദീപ് യാദവിന് അവിടെ ഒരു വിക്കറ്റ് ആ ഒരു മിഡിൽ ഓവേഴ്സിൽ ഒരു
30 ആ റേഞ്ചിലൊക്കെ എറിയിച്ച് ഒരു വിക്കറ്റ് എടുക്കാൻ സാധിച്ചിരുന്നുണ്ടെങ്കിൽ കളി ഇന്ത്യയുടെ കയ്യിലിരുന്നേനെ. അവിടെ ക്യാപ്റ്റന് ഒരു കോൺഫിഡൻസ് ആവശ്യമാണ് ഒരു ബോളേഴ്സിൻ്റെ പേരിൽ. അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കി. ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയെ യൂസ് ചെയ്യുന്ന കാര്യത്തിലും വാഷിംഗ്ടൺ സുന്ദറിനെ യൂസ് ചെയ്യുന്ന കാര്യത്തിലും ഒരു മടി, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ശുഭ്മൻ ഗിൽ കാണിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ റിവ്യൂവിൽ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് രണ്ട് കളി അടി കിട്ടിയപ്പോഴത്തേക്ക് കുൽദീപ് യാദവിനെ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജ പെർഫോം ചെയ്തിരുന്നപ്പോൾ അവരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതിൽ ഹെസിറ്റേറ്റ് ചെയ്ത്. ഇവർ ലെവലിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ റോൾ അതാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു യൂസ് ചെയ്യാതിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുൽദീപ് യാദവ് അസ് എ സ്പിന്നർ ടീമിൽ കളിക്കുമ്പോൾ മിഡിൽ ഓവേഴ്സിൽ അറിയാതെ പിന്നെ ലാസ്റ്റ് കൊണ്ട് തെറിപ്പിച്ചിട്ട് എന്താണ് കാര്യം? അതൊരു ബിഗ് മിസ്റ്റേക്ക് തന്നെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന്. എന്തായാലും മുഹമ്മദ് സിറാജ് 10 ഓവർ എറിഞ്ഞിട്ട് 4.30 എക്കണോമിയിൽ 45 റൺസേ വിട്ടുകൊടുത്തുള്ളൂ. മുഹമ്മദ് സിറാജ് ഈ സീരീസിൽ നല്ല മികവുറ്റ ബോളിംഗ് കാഴ്ചവെച്ചു. അതുപോലെ ഹർഷദീപ് സിംഗ് 3 വിക്കറ്റ് ഇട്ടു. ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ്, അതായത് ഗ്ലെൻ ഫിലിപ്പും ഡാരൻ മിച്ചലും കൂടെ കളിച്ച് കയറിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ വന്ന് വിക്കറ്റ് ഇട്ടത് ഹർഷദീപ് സിംഗ് ആണ്. ഹർഷിത് റാണ കുറച്ച് എക്സ്പെൻസീവായി 84 റൺസ് കൊടുത്തു, പക്ഷേ 3 വിക്കറ്റ് ഇട്ടു. പക്ഷേ ലേറ്റർ എൻഡ് ഓഫ് ദ ഇന്നിങ്സ് സെക്കൻഡ് സ്പെല്ല് മിഡിൽ ഓവേഴ്സിൽ വന്നെറിഞ്ഞപ്പോഴും അവസാനം വന്നെറിഞ്ഞപ്പോഴും റൺസ് കുറച്ചധികം വിട്ടുകൊടുത്തു. അവിടെയാണ് ലാസ്റ്റ് ഓവർ ഹർഷിത് റാണ ലാസ്റ്റ് ഓവർ ക്രൂഷ്യലായിട്ട് റൺസ് അടിച്ച ക്രിസ് ക്ലർക്ക് ന്യൂസിലൻഡ് ഒരു 6 ഒക്കെ അടിച്ചു. ആകെ 11 റൺ അടിച്ചുള്ള 5 ബോൾ, പക്ഷേ അത് വളരെ വാല്യൂബിൾ ആയിരുന്നു. പുള്ളിക്കാരനാണ് ന്യൂസിലൻഡിൻ്റെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്. 3 വിക്കറ്റ് ഇട്ട് 54 റൺസ് 9 ഓവർ എറിഞ്ഞു. അതുപോലെ തന്നെ ജെയ്ഡൻ ലെനോക്സ് സൂപ്പർബായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. കഴിഞ്ഞ കളിയിലും ഈ കളിയിലും 10 ഓവർ എറിഞ്ഞു 42 റൺസേ വിട്ടുകൊടുത്തുള്ളൂ. 2 വിക്കറ്റ് വിട്ടു. വളരെ ക്രൂഷ്യലായിട്ടുള്ള ബോളിംഗ് ആയിരുന്നു. അവർക്ക് അവരുടെ ബ്രേസ്വെൽ ബോൾ ചെയ്തില്ല എന്നുള്ളൊരു വലിയ പോരായ്മ ഉണ്ടായിരുന്നു ന്യൂസിലൻഡിനെ സംബന്ധിച്ച്. പക്ഷേ അത് ഡാരൽ മിച്ചൽ അത് മാനേജ് ചെയ്തു. ആസ് എ ക്യാപ്റ്റൻ ഓൾസോ ഗ്ലെൻ ഫിലിപ്പിനെ കൊണ്ട് 8 ഓവർ എറിയിപ്പിച്ചു. അധികം പരിക്കുകളൊന്നുമില്ല. 6.75 എക്കോണമിയിൽ എറിയിച്ചെടുക്കാൻ ഡാരൽ മിച്ചലിന് സാധിച്ചു. ഡാരൽ മിച്ചൽ ഒരു ഓവർ എറിഞ്ഞ് 10 റൺസ് കൊടുത്തു. പിന്നെ റിസ്ക് എടുക്കാൻ പോയില്ലെങ്കിലും ആ ഒരു ഈ ബ്രേസ്വെൽ എന്ന് പറഞ്ഞൊരു മെയിൻ ബോളർ പരിക്ക് പോലും ഇല്ലാതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്യാപ്പ് നികത്താനായിട്ട് അവർക്ക് പറ്റി എന്നുള്ളത് അവരുടെ ക്യാപ്റ്റനെ സംബന്ധിച്ചും അവരുടെ ടീമിനെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും ആ ഒരു പാർട്ണർഷിപ്പ് ഡാരൽ മിച്ചലും അതുപോലെ ഗ്ലെൻ ഫിലിപ്പും കൊണ്ടുള്ള പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ പോയി. അതിനുശേഷം ഇന്ത്യ ബ്രേക്ക് ചെയ്തു. പിന്നെയും ലാസ്റ്റിൽ വന്നിട്ട് ന്യൂസിലൻഡിന് കുറച്ച് റൺ അടിക്കാൻ വാലറ്റത്തിന് പറ്റിയതാണ് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ട് മാറിയത്. ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇന്ത്യയുടെ രോഹിത് ശർമ്മ വീണ്ടും ഒരു സോഫ്റ്റ് ഡിസ്മിസലിലൂടെ ആവട്ടെ ഈ സീരീസിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതിന് ശുഭ്മൻ ഗില്ലിൻ്റെ ഒരു അസാധ്യമായിട്ടുള്ളൊരു ബോളുമായിരുന്നു. അൺപ്ലേയബിൾ ആയിട്ടുള്ളൊരു ബോളായിരുന്നു അത്. ജാമിസന്റെ ബോൾ അതിൽ ബൗൾഡായി. ഇത് ഒരു പാറ്റേൺ തന്നെയാണ്. ശുഭ്മൻ ഗിൽ അങ്ങനെ ഔട്ടാവുന്നത് ഒരു പാറ്റേൺ ആണെങ്കിൽ പോലും ഇന്നത്തെ ബോൾ അൺപ്ലേയബിൾ ആയിരുന്നു. വളരെ നല്ലൊരു ഡീവിയേഷൻ സീമിൽ ആ ഒരു ബോൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വിക്കറ്റ് പോയി. പക്ഷേ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഡിസപ്പോയിൻറ്റ് ചെയ്തത് ശ്രേയസ് അയ്യറിൻ്റെ വിക്കറ്റ് ആയിരുന്നു. അത് ആ ഒരു സമയത്ത് അങ്ങനെ ഷോട്ട് അടിച്ച് ഔട്ടാവേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. വിരാട് കോഹ്ലി നല്ല രീതിയിൽ നല്ല ഫ്ലോയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുള്ളോ അല്ല ഡ്രൈവോ അല്ല ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു പുള്ളടിച്ച് ശ്രേയസ് അയ്യർ ഔട്ടാവുന്നത്. അവിടെ സിംഗിൾ എടുത്ത് അവിടെ ആ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമുള്ളായിരുന്നു. അതുപോലെ തന്നെ കെ എൽ രാഹുലിന് ഏറ്റവും വലിയ എനിക്കുള്ളൊരു പരാതി എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസിക് ബാറ്റ്സ്മാനാണ്. അസാധ്യമായിട്ടുള്ള ഷോട്ട്സ് കളിക്കുക, അസാധ്യമായിട്ടുള്ള വെർസറ്റാലിറ്റി ഉള്ള ഒരു ബാറ്റ്സ്മാനാണ്. പക്ഷേ വേണ്ട സമയത്ത് പ്രഷർ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് കെ എൽ രാഹുൽ പെർഫോം ചെയ്യാതിരിക്കുന്ന ഒരു പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പല മാച്ചുകളും കണ്ടിട്ടുണ്ട്. ഇന്നും അതേപോലെ തന്നെ സംഭവിച്ചു. അതും ഒരു സോഫ്റ്റ് ഡിസ്മിസൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡി ഒരു 50 അടിച്ചു. നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആദ്യത്തെ ODI 50 ആണ്. നിതീഷ് കുമാർ റെഡ്ഡി ഒരു ലോവർ ഓർഡർ ബാറ്റ്സ്മാൻ അല്ല, ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണെന്നും കൂടെ പ്രൂവ് ചെയ്യുന്ന ഒരു മാച്ചാണ്. നേരത്തെ ഇറങ്ങിയപ്പോൾ ടൈം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബെസ്റ്റ് കൊണ്ടുവരാനായിട്ട് നിതീഷ് കുമാർ റെഡ്ഡിക്ക് പറ്റും. സോ ഒരു ഫിനിഷറായിട്ടല്ല നിതീഷ് കുമാർ റെഡ്ഡിയെ യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ ഈ ഒരു ഇന്നിങ്സ് എനിക്കൊരു സിഗ്നൽ തരുന്നുണ്ട്. എന്തായാലും നിതീഷ് കുമാർ റെഡ്ഡി ആൻഡ് ഹർഷിത് റാണ ഇന്ത്യക്ക് വലിയൊരു ഈ ഹർഷിത് റാണയ്ക്ക് ഒരു മാർക്കോ യാൻസനെ പോലുള്ളൊരു ഓൾറൗണ്ടർ ആവാനൊക്കെ സാധിക്കാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്താണ്. ഒരു ഇപ്പോൾ പ്രായം കുറവാണ്, അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഇനി സമയമുണ്ട്. ബാറ്റിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയും ബോളിംഗ് ഇതുപോലെ തന്നെ ഷാർപ്പായിട്ട് കൊണ്ടുപോയി അവിടെ ഇമ്പ്രൂവ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു അസറ്റ് തന്നെയാണ് ഹർഷിത് റാണയും. എന്തായാലും കോഹ്ലിയുടെ ഇന്നിങ്സിനെ പറ്റി ഒന്നും കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കൊന്ന് കോഹ്ലി പോണ്ടിങ്ങിൻ്റെ മോസ്റ്റ് റൺസ് എന്നുള്ള റെക്കോർഡ് കോഹ്ലി തിരുത്തിയിട്ടുണ്ട്. ആ ഒരു പുൾ ഷോട്ട് ഉണ്ടല്ലോ, അത് ഓൾറെഡി പറഞ്ഞ പുൾ ഷോട്ട്, കവർ ഡ്രൈവ്, ആ ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്ന രീതി, ഈ ഒരു പ്രായത്തിലും പുള്ളിയുടെ ഡെഡിക്കേഷനും പുള്ളിയുടെ ഫിറ്റ്നസ്സും. ഹർഷിത് റാണ ഒരു ഡബിൾ ഓടാൻ, ഹർഷിത് റാണയ്ക്ക് ചെറിയ പ്രായമാണ്, പക്ഷേ ഒരു ഡബിൾ ഓടാൻ നിന്നിട്ട് ഓടിയെത്താൻ പറ്റുന്നില്ല. കോഹ്ലി പകുതി വരെ ഓടിയെത്തി. ഇത്രയും ഇന്നിങ്സ് ബിഗ് ഇന്നിങ്സ് കളിച്ചെന്ന കോഹ്ലിക്ക് നിസ്സാരമായിട്ട് ഡബിൾ ഓടാൻ പറ്റുന്നുണ്ട്. ഹർഷിത് റാണയ്ക്ക് അത് പറ്റുന്നില്ല. പുള്ളിയുടെ എലൈറ്റ് ഫിറ്റ്നസ് ആണ്. എലൈറ്റ് ഫിറ്റ്നസ് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ചില്ലറ കാര്യമല്ല. ഈ ഒരു പ്രായത്തിലും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട്, അത്ര പ്രൊഫഷണലായിട്ട് തൻ്റെ ഫിറ്റ്നസിനെയും കളിയെയും ഗെയിമിനെയും കാണുന്നതുകൊണ്ടാണ് പുള്ളിക്ക് അത് പറ്റുന്നത്. പുള്ളി എല്ലാം എഴുതി തള്ളിയൊരു പ്ലെയറാണ്. ബാക്ക് ടു ബാക്ക് വന്ന സെഞ്ചുറിയും പെർഫോമൻസും കാണിക്കുന്നത്
കുറച്ച് നാൾ മുമ്പ് എനിക്കൊന്ന് 6 മാസം മുമ്പ് എല്ലാവരും കുറച്ച് പേരെങ്കിലും ഈ പുള്ളിയുടെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ചിരുന്ന എന്നൊരു സ്ഥാനത്ത് നിന്നിട്ടാണ് പുള്ളി വന്ന് ഈ അസാധ്യമായിട്ടുള്ള ഇന്നിങ്സുകൾ കാഴ്ചവെക്കുന്നത്. ചേസ് ഒരു രക്ഷയില്ല. ആരെങ്കിലും ഒരാളും കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഡെസ്പറേറ്റ് ആയിട്ട് അവസാനം അടിച്ചാണ് കോഹ്ലി ഔട്ടാകുന്നത്. അവിടെ അടിക്കാതെ വേറെ നിവർത്തിയില്ല. കാരണം അവരെൻ്റെ നിൽക്കുന്നത് കുൽദീപ് യാദവാണ്. അവിടെ വിരാട് കോഹ്ലിക്ക് അടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടിച്ചാണ് വിരാട് കോഹ്ലി ഔട്ടാവുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇന്നിങ്സാണ് കോഹ്ലിയുടെ കരിയറിലെ. ഇത് ഒരു വിന്നിങ് കോഴ്സിലായില്ല എന്നുള്ളതിൽ വളരെ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷേ അസാധ്യമായിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു. എന്ത് ഷോട്ട്സ്! ഇപ്പോൾ ഡാരൽ മിച്ചലിനെയും അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്പും കളിച്ചപ്പോൾ പോലും അവരുടെ ചില ഷോട്ട്സൊക്കെ ഫീൽഡേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിരാട് കോഹ്ലി കളിക്കുന്ന ഷോട്ടുകൾ അത് ക്യാപ്സ് കണ്ടെത്തുന്ന ഒരു രക്ഷയില്ല. ബൗണ്ടറി കറക്റ്റ് ഫീൽഡ് പ്ലേസ്മെൻറ്റ് പുള്ളിക്കറിയാം. എവിടെ ഫീൽഡ് കറക്റ്റ് എവിടെയാണെന്ന് അറിഞ്ഞിട്ടാണ് ഓരോ ഷോട്ട്സ് കളക്ട് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നതൊക്കെ. അസാധ്യമായിട്ടുള്ള സ്കില്ല്, ഒന്നും പറയാനില്ല. ഇന്നത്തെ ഇന്നിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു. ആ വിക്കറ്റ് പോയ ബോൾ വെച്ച് നിർഭാഗ്യവശാൽ വിരാട് കോഹ്ലിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അസാധ്യമായിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഈ മാച്ച് പോയത് ക്യാപ്റ്റൻ്റെ ചില മിസ്റ്റേക്കുകൾ കൊണ്ടാണ്. സ്പിന്നേഴ്സിനെ യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ, മിഡിൽ ഓവേഴ്സിലെ പ്രോപ്പറായിട്ട് സ്പിന്നേഴ്സിനെ യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ആൻഡ് ജഡേജ രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ സീരീസിൽ ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്തില്ല. അവരുടെ പെർഫോമൻസ് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയായി. പ്രത്യേകിച്ച് ഇന്നത്തെ മാച്ചിലും അതുപോലെ തന്നെ ജഡേജ ബോൾ കൊണ്ടായാലും അതുപോലെ തന്നെ ബാറ്റ് കൊണ്ടായാലും ഈവൻ ശ്രേയസ് അയ്യർ ആയാലും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വിറയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സീരീസ് ലോസുകൾ ഈ ഹോമിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുടെ ടെസ്റ്റ് സീരീസ് തോറ്റു, അതിന് മുമ്പ് ന്യൂസിലൻഡുമായിട്ട് ടെസ്റ്റ് സീരീസ് തോറ്റു, ഇപ്പോൾ ന്യൂസിലൻഡുമായിട്ട് ഒരു ODI സീരീസ് തോറ്റിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇന്ത്യ ഇതിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ODIയിൽ 2027 വേൾഡ് കപ്പ് ഉള്ളത്. എങ്കിൽ പോലും പ്രിപ്പറേഷനിൽ വരുമ്പോൾ ഇന്ത്യയുടെ ടീമിനെ പറ്റി ഇപ്പോൾ ഉള്ള ഒരു കുറച്ച് ചാമ്പ്യൻസ് ട്രോഫി വിൻ ചെയ്തൊരു ടീമിൻ്റെ ആ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഇങ്ങനെ സെറ്റാണ്. അതിനകത്തിപ്പോൾ അനക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു റീത്തിങ് വേറെ കുറച്ച് പേർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാവട്ടെ, മറ്റു പലരെയും ട്രൈ ചെയ്യാനുള്ള. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ശ്രേയസ് അയ്യർ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു മിഡിൽ ഓർഡർ 2 ബാറ്റ്സ്മാരാണ്. എങ്കിൽ പോലും ഋതുരാജ് ഗെയ്ക്വാഡ് ഇടയ്ക്ക് വന്നിട്ട് ഒരു സെഞ്ചുറി അടിച്ചു. അതുപോലെ സഞ്ജു സാംസണ് ചാൻസേ കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ ജഡേജയുടെ ഫോം നമ്മൾ ചോദിച്ചിട്ടാണ്. അക്ഷർ പട്ടേൽ അവിടെ ബാക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ മറ്റ് പ്ലെയേഴ്സിന് ഇവരെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇനി ഏകദേശം ഒരു 1.5 വർഷത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സീരീസിൽ മറ്റ് പ്ലെയേഴ്സിനും കൂടെ ചാൻസ് കൊടുത്ത് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ലൊരു ടീം കണ്ടെത്താൻ ഇന്ത്യ ശ്രമിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഈ ടീം തന്നെ മതിയാവും. ഈ ഒരു സീരീസ് കൊണ്ട് തോൽവി കൊണ്ട് അളക്കാൻ പറ്റത്തില്ല. പക്ഷേ ന്യൂസിലൻഡിൻ്റെ ഒരു 2ാം കിട ടീമെന്ന് പറയാൻ പറ്റുന്ന ഒരു ടീമിനോടാണ് ഈ സീരീസിൻ്റെ തോൽവി. അതൊട്ടും നിസ്സാരമായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല. റീതിങ്ക് ചെയ്യണം. ക്യാപ്റ്റൻസി, ചില തീരുമാനങ്ങൾ ഇന്ത്യയുടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ മിഡിൽ ഓർഡറിൽ കളിച്ച ബാറ്റിംഗ് ആയാലും ശരി, ഇന്ത്യ ബോളിംഗ് ആയപ്പോൾ മിഡിൽ ഓർഡറാണ് ഇന്ത്യയെ ചതിച്ചത്. അവിടെയൊക്കെ ഇന്ത്യക്ക് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ന്യൂസിലൻഡ് എക്സലൻറ്റ് ക്രിക്കറ്റാണ് കളിച്ചത്. അവരെ ഡിസേർവ് ചെയ്യുന്ന, അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. സോ ഹാപ്പി ഫോർ ന്യൂസിലാൻഡ്. ഇങ്ങനെയുള്ള ടീമുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. പ്രത്യേകിച്ചും ചെറിയ ടീമുകൾ ആയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ടീമുമായിട്ടൊക്കെ വന്നിട്ട് ഒരു വലിയ ഇന്ത്യയെ പോലെ ഒരു ഘടാഘടിയും ടീമിനെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഐ അപ്രീഷിയേറ്റ് ദം. ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. എന്തായാലും സൂപ്പറായിട്ടുള്ള സീരീസ് ആയിരുന്നു. ഇനി T20 സീരീസിലേക്ക് കടക്കുകയാണ്. അവിടെ എത്രത്തോളം കോമ്പറ്റീഷൻ ന്യൂസിലൻഡ് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടായിട്ട് അറിയണം. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.